നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലൈസിയം അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബി.എഡ് ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷയ്ക്ക് ചോദിച്ച 2022ലെയും 2024ലെയും സുപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കൂടെ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഒജീവ് ഈസ് ഓൾസോ നോൺ എസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 2022ലെ MCQ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒജീവിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നും ഒജീവ് അറിയപ്പെടുന്നു. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്താണ് ഹിസ്റ്റോഗ്രാം, എന്താണ് ഫ്രീക്വൻസി പോളിഗൺ, എന്താണ് പൈ ഡയഗ്രാം ഏത് ആകൃതിയിലാണുള്ളത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്നറിയപ്പെടുന്നത് ഒജീവ് ആണെന്ന് ഓർത്തിരിക്കുക. അത് 2022 തന്നെ ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ്. കമ്മീഷൻസിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എഡ്യൂക്കേഷണൽ കമ്മീഷൻസ്, പ്രത്യേകിച്ചും സ്വതന്ത്ര ഇന്ത്യയിലുണ്ടായിരുന്ന കമ്മീഷൻസിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ കമ്മീഷൻ ഈസ് നോൺ ആസ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനായിട്ടുള്ള കോത്താരി കമ്മീഷനെയാണ്. ഇപ്പോൾ കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ നിങ്ങൾക്കറിയാം, DS കോത്താരിയാണ് അതിൻ്റെ അധ്യക്ഷൻ. 1964-66 വർഷത്തിലാണ് കോത്താരി കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. 64 അപ്പോയിൻറ്റ് ചെയ്യുന്നു, 66 അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ MCQ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? അത് കോത്താരി കമ്മീഷൻ ആണ്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കോത്താരി കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? അത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ. രണ്ടാമത്തെ കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. 52-53 കാലഘട്ടത്തിലാണ് മുതലിയാർ കമ്മീഷൻ. കോത്താരി കമ്മീഷൻ നാഷണൽ ലെവലിലുള്ള മൊത്തത്തിലുള്ള സമഗ്രമായ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് അത് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്ന റിപ്പോർട്ട് ഏത് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 2020 പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നുണ്ട്. 5+3+3+4 എന്ന് പറയുന്ന ഒരു പുതിയ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതിനകത്ത്. എന്നാൽ ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് 10+2 പിന്നെ 3 വർഷത്തെ ഡിഗ്രി, അല്ലെങ്കിൽ 10+2+3 എന്ന് പറയുന്ന പാറ്റേൺ ആണ്. 10+2+3 എന്ന് പറയുന്ന പാറ്റേൺ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് കമ്മീഷനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് കോത്താരി കമ്മീഷൻ ആണ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഓർത്തു വച്ചിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി അതിൻ്റെ ക്ലാസ് മുറികളിലാണ്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ബീങ് ഷേപ്പ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ് എന്ന് തുടങ്ങുന്ന റിപ്പോർട്ട്, അത് ഏത് റിപ്പോർട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനകത്താണ് ഇങ്ങനെ പറയുന്നത്. ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്പ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂംസ്. അത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക. കോത്താരി കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ്. 1964 അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു. 66 റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ഓർത്തിരിക്കുക. റിപ്പോർട്ടിൻ്റെ പേര് എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. റിപ്പോർട്ടിൻ്റെ അകത്ത് ഏറ്റവും സുപ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ് ഇന്ത്യയുടെ ഭാവി അതിൻ്റെ ക്ലാസ് മുറികളിലാണ് എന്ന് തുടങ്ങുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഓൾറൗണ്ട് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ സമഗ്രമായി പഠിച്ച ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, which one is the best assessing tool for collecting factual information for a research study? അപ്പോൾ നമുക്ക് റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. റിസർച്ചിനെ കുറിച്ച് ഉറപ്പായിട്ടും ഒരു 5 ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. നമുക്ക് മൊത്തത്തിൽ 50 ചോദ്യങ്ങളാണ് ജനറൽ പേപ്പറിലുള്ളത്. അതിനകത്ത് 5 ചോദ്യങ്ങൾ വരെ റിസർച്ചിനകത്തുനിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനുള്ള ടൂൾ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ടൂളും ടെക്നിക്സും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാക്ച്വൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ ആണ്, അല്ലെങ്കിൽ ചോദ്യാവലി. ക്വസ്റ്റ്യനെയർ എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ട് ഫാക്ച്വൽ ഇൻഫർമേഷൻസ് നമുക്ക് റിസർച്ചിൽ ഗ്യാദർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യനെയർ ഒരു ടൂളാണ്, റിസർച്ചിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ അത് ടൂളാണോ ടെക്നിക്കാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്.
അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒറിജിനേറ്റർ ഓഫ് ആക്ഷൻ റിസർച്ചിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു ചോദ്യമാണ്. ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന റിസർച്ചിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ആക്ഷൻ റിസർച്ചിൻ്റെ ഒറിജിനേറ്റർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ആക്ഷൻ റിസർച്ച് ഉപയോഗിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ഇത് പലരും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റീഫൻ എം കോറി ആണ് ആക്ഷൻ റിസർച്ചുമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ആക്ഷൻ റിസർച്ച് ഉപയോഗിച്ചത് കട്ട് ലെവിനാണ്. ആക്ഷൻ റിസർച്ച് ആൻഡ് മൈനോറിറ്റി പ്രോബ്ലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ചിനകത്താണ് അദ്ദേഹം ആദ്യമായിട്ട് ആക്ഷൻ റിസർച്ച് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കർട്ട് ലെവിനാണ്. എന്നാൽ അത് പോപ്പുലറൈസ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താവ് അല്ലെങ്കിൽ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് സ്റ്റീഫൻ എം കോറി. അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോരുത്. ഒറിജിനേറ്റർ അല്ലെങ്കിൽ ഹൂ കോയിൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ്ലി യൂസ് ചെയ്തത് ആരാണ്, ആക്ഷൻ റിസർച്ച് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് കട്ട് ലെവിൻ ആണ്. അതുപോലെ തന്നെ അത് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറി ആണെന്ന് കൂടി ഓർത്ത് വച്ചേക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. ഓക്കെ. അതുപോലെ സൈക്ലിക്കൽ രീതിയിലുള്ള റിസർച്ചാണ് ആക്ഷൻ റിസർച്ച്. സൈക്ലിക്കൽ രീതിയിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള റിസർച്ചാണ് പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ് എന്നിങ്ങനെയുള്ള കുറേ സ്റ്റേജസൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീമിയം കോഴ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ആക്ഷൻ റിസർച്ച് എഡ്യൂക്കേഷനിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് കട്ട് ലെവിനാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്നറിയപ്പെടുന്നത് കട്ട് ലെവിനെയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് സോഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി, ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് ആൻഡ് ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നൊക്കെ അറിയപ്പെടുന്നത് കട്ട് ലെവിനെയാണ്. കട്ട് ലെവിൻ ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. അടുത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് എയ്ഡ് നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൽ ബേണിംഗ് അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്, ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടത്? ഹോൾഡ് ദ ബേൺഡ് ഏരിയ അണ്ടർ കൂൾ റണ്ണിങ് വാട്ടർ. ഒഴുകുന്ന വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന പൊള്ളലേറ്റ ഭാഗത്ത് നമ്മൾ ഒഴുകുന്ന വെള്ളം അപ്ലൈ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഹൂ യൂസ് ദ വേർഡ് ഓൺട്രപ്രോണർ ഇൻ എ ബിസിനസ് ആസ്പെക്ട്. ഇത് വളരെ ഹൈ ലെവലിലുള്ള ഒരു ചോദ്യമാണ്. കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോ ടേംസും ആരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇത് നമുക്ക് ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംരംഭകത്വം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓൺട്രപ്രണർ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. റിച്ചാർഡ് കാൻഡിലൻ ആണ് ആദ്യമായിട്ട് ഓൺട്രപ്രണർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക, റിച്ചാർഡ് കാൻഡിലൻ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ നമ്മുടെ സിലബസിനകത്തുള്ള ഓരോ വാക്കുകളും ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ അത് ഏത് വർഷമാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള അറിവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആക്യുറേറ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ലേണിംഗ് കണ്ടൻറ്റുകളാണ് ലൈസിയം അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എൻ അഡ്വാൻറ്റേജ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മുടെ ഡിജിറ്റൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സർവീസൊക്കെ നമുക്ക് ഒരു റിമോട്ട് സ്പേസിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഗുണം അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സസിബിലിറ്റി കിട്ടും, സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടും, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഒക്കെ അതിനകത്ത് പോസിബിളാണ്. പക്ഷേ കോൺഫിഡൻഷ്യാലിറ്റി, നിങ്ങളുടെ ഡേറ്റ അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റൊരാളിൻ്റെ സ്പേസിലാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഡേറ്റ സേവ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീക്രസി, നമ്മുടെ ഡേറ്റ അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിങ് 3 തരത്തിലാണ് ഉള്ളത്. 3 ടൈപ്പ് ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പിലുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്? 3 തരത്തിലാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉള്ളത്. അതുകൂടി ഓർത്ത് വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ ഓഡ് ഓൺ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു LMS. അപ്പോൾ LMS എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. LMS എന്ന് പറഞ്ഞാൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ലേണിങ്ങിനെ അല്ലെങ്കിൽ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എഡ്മോഡോ, മൂഡിൽ, അതുപോലെ ക്യാൻവാസ്, ബിങ്. ഇതിൽ ബിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂട്ടത്തിൽ ചേരാത്തതാണ്. ബാക്കിയുള്ളത് എഡ്മോഡോ, മൂഡിൽ ആൻഡ് ക്യാൻവാസ് ഇതെല്ലാം ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ
പ്രധാനപ്പെട്ട എല്ലാ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെയും പേരുകൾ കൂട്ടുകാർ ഓർത്ത് വച്ചിരിക്കണം. ഈ പേരുകൾ നെറ്റ് എക്സാമിന് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെറ്റിനും നമ്മുടെ MCQ പരീക്ഷയ്ക്കും LMSൻ്റെ പേരുകൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ LMSൻ്റെ ഗുണം എന്താണ്, LMSൻ്റെ ദോഷം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ LMSൻ്റെ ഫുൾ ഫോം ചോദിക്കും, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓവറോൾ ലേണിങ്ങിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിനകത്ത് വരാത്തതാണ് ബിങ് എന്ന് പറയുന്നത്, ബാക്കിയുള്ളത് വരും, എഡ്മോഡോ, മൂഡിൽ ആൻഡ് ക്യാൻവാസ്. അടുത്ത് നമുക്ക് ചോദിക്കുന്നതാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതിനകത്ത് വിറ്റാമിൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ A അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ PSC നിലവാരത്തിൽ കുറച്ച് കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് വിറ്റാമിൻസിനെ രണ്ടായി തിരിക്കാൻ പറ്റും, വെള്ളത്തിൽ ലയിക്കുന്നതെന്നും കൊഴുപ്പിൽ ലയിക്കുന്നതെന്നും. അവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻ ഏതാണ് എന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്നത് നമുക്കറിയാം ഏതൊക്കെയാണ്, Bയും Cയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഏതൊക്കെയാണ്, വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ് ആണ് B ആൻഡ് C. ഇനി നമുക്കൊരു കോഡുണ്ട്, അടക്ക് അല്ലെങ്കിൽ ADEK എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ ആണ്, അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ വിറ്റാമിൻസ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട വിറ്റാമിൻസിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിറ്റാമിൻ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട വിറ്റാമിൻസും അതടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. B.Ed പഠിക്കുന്ന പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ മേഖല നന്നായി പഠിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുക. വിറ്റാമിൻസ് എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ട് എന്ത് അസുഖം ഉണ്ടാകും, അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം അത് തന്നെയാണ്, സ്കർവി എന്ന് പറയുന്നത് എന്ത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്. സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടാണ് സ്കർവി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ വിറ്റാമിൻസിനും അതിൻ്റെ ശാസ്ത്രീയ നാമം, അതുപോലെ തന്നെ അത് ഏത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും, അതുപോലെ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും. മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൻ്റെ അർത്ഥം കുറച്ച് അല്ലെങ്കിൽ ചെറുത് എന്നാണ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അളവിൽ മാത്രം നമുക്ക് ആവശ്യമുള്ളതിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വളരെ വലിയ അളവിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് വളരെ വലിയ അളവിൽ ആവശ്യമുള്ളതാണ് ഫാറ്റ്, പ്രോട്ടീൻസ്, വാട്ടർ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പക്ഷേ സിങ്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ളവയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതേസമയം മാക്രോ ന്യൂട്രിയൻസിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ഫാറ്റ്, പ്രോട്ടീൻസ്, വാട്ടർ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്. ഇത് 4 എണ്ണം. അപ്പോൾ ഇത് 4 നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഫാറ്റ്, പ്രോട്ടീൻ, വാട്ടർ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇതിനെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. സിങ്ക് എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അതായത് നമുക്ക് ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അടുത്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളൊരു വലിയ ഏരിയ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഡേറ്റുകളും ഓരോ സ്ഥാപനങ്ങളും അതിൻ്റെ ഫേസസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയാണ്? ഇത് സിമ്പിൾ ഒരു ചോദ്യമാണ്, നമ്മളെല്ലാവരും എഴുതും. ഇതിൻ്റെ ഉത്തരം ന്യൂഡൽഹിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2024 നടന്ന ഒരു ഹൈസ്കൂൾ ടീച്ചറിൻ്റെ ഒരു പരീക്ഷയുണ്ടായിരുന്നു, സോഷ്യൽ സയൻസ്. അവിടെയും ഈ ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഈ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. MCQവിൻ്റെ തന്നെ മറ്റു പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് 2022 നിങ്ങളുടെ MCQവിന് ചോദിച്ചത്. ഇത് എൻവയോൺമെൻറ്റൽ സയൻസിനകത്തുള്ളൊരു ചോദ്യമാണ്. വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് DDT അല്ലെങ്കിൽ അങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രാസവസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിംഗ്. ഈ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. അടുത്തൊരു ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് നിന്നാണ്. നമ്മുടെ B.Edൻ്റെ സിലബസ് വളരെ വൈഡാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കുന്നു, ഫസ്റ്റ് എയ്ഡ് ചോദിക്കുന്നു, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളത് മാത്രം മനസ്സിലാക്കി പഠിക്കുന്നതിന് നമ്മുടെ കോഴ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്ത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ ഇതിൽ ചോദ്യം എന്താണ്? സ്റ്റേറ്റ് ഷോൾ എൻഡവർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഓഫ് ദ കൺട്രി. അപ്പോൾ നമ്മുടെ വൈൽഡ് ലൈഫിനെയും ഫോറസ്റ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ടുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവകാശങ്ങൾ, പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രകൃതി സംരക്ഷണം സ്റ്റേറ്റിൻ്റെ ചുമതലയാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 48A ആർട്ടിക്കിൾ 48A മാത്രമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഈ ഓപ്ഷൻസിൽ ആർട്ടിക്കിൾ 48A സ്റ്റേറ്റിൻ്റെ ചുമതലയാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ കൺസർവേഷൻ എന്നൊക്കെ പറയുന്നത് 48A നമുക്ക് പറയാൻ പറ്റും. അടുത്ത് സൈക്കോളജിയിലെ ഒരു ചോദ്യമാണ്. സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് പൂർണ്ണമാകുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഒരു വ്യക്തി സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം, അത് അഡോളസെൻസിലാണ് ഒരു കുട്ടി ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും ഒരു മെച്യൂരിറ്റിയിൽ എത്തിച്ചേരുന്നത്. അഡോളസെൻസിലാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നത്. അടുത്ത് വീണ്ടും സൈക്കോളജിയിലെ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ദ യൂസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റി ടു ഗ്രാറ്റിഫൈ എ ഫ്രസ്ട്രേറ്റഡ് മോട്ടീവ്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിൽ നിങ്ങൾ മറ്റൊരു മേഖലയിൽ ചാനലൈസ് ചെയ്യുന്നു. അതിനെ എന്ത് വിളിക്കും? അതിനെ സബ്ലിമേഷൻ എന്നാണ് വിളിക്കുന്നത്. സബ്ലിമേഷൻ. ഇപ്പോൾ ക്ലാസ്സിലെ ബോർഡിലൊക്കെ എന്ത് ചെയ്യുന്നു? ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ ഡ്രോയിങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മോട്ടീവ്, ചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന മോട്ടീവിനെ നമുക്ക് ചാനലൈസ് ചെയ്ത് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിവിറ്റിയിലോട്ട് മാറ്റാൻ പറ്റും. മറ്റുള്ള കുട്ടികളെ ആക്രമിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഈ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ പറയുന്ന സബ്ലിമേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അത് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ചോദ്യം ഹൈപ്പോതീസിസ് എന്ന ഭാഗത്തു നിന്നാണ്. വീണ്ടും റിസർച്ചിൽ നിന്നുള്ള ചോദ്യമാണ്. റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് MCQ പരീക്ഷയ്ക്ക്. അപ്പോൾ റിസർച്ചിനകത്ത് ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്ന്. ഹൈപ്പോതീസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പരികൽപ്പനയാണ്, അല്ലെങ്കിൽ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു അസംഷനാണ്, ഒരു ഗസ്സാണ് ഈ ഹൈപ്പോതീസിസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോതീസിസ് എന്നറിയപ്പെടുന്ന ഇതാണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾക്കറിയാമത് നൾ ഹൈപ്പോതീസിസ് ആണ് ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോതീസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം സർക്കുലർ ഗ്രാഫ്. സർക്കുലർ ആയിട്ടുള്ള ഗ്രാഫ് ഏതാണ്? സർക്കുലർ ആയിട്ടുള്ള വൃത്താകൃതിയിലുള്ളത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. സിമ്പിൾ ചോദ്യമാണിത്. പൈ ഗ്രാഫാണ് സർക്കുലർ ആയിട്ട് ഉള്ളത്. അടുത്തൊരു ചോദ്യം മനുഷ്യാവകാശ ദിനം എന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്. ഡിസംബർ 10 മനുഷ്യ അവകാശ ദിനം എന്ന് അറിയപ്പെടുന്നത്. 1948 UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UN-ൻ്റെ ഒരു പ്രഖ്യാപനം നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡിസംബർ 10 എല്ലാ വർഷവും ഡിസംബർ 10 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണ്. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. അപ്പോൾ അത് ഓർത്തു വെച്ചിരിക്കുക. മറ്റു ദിവസങ്ങളും ഇതിനകത്തുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. നവംബർ 11 പരീക്ഷയ്ക്ക് MCQന് ചോദിച്ചാണ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ബർത്ത്ഡേ ആണ് നവംബർ 11. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നവംബർ 11 വിദ്യാഭ്യാസ ദിനമാണ്. നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. അടുത്തൊരു ചോദ്യം കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. സിലബസിലെ ഓരോ വാക്കുകളും എവിടെ നിന്നാണ് വന്നത് എന്ന് അറിയാൻ ശ്രമിക്കണം. ഫാദർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞതാണ് കോൺഫിഡൻഷ്യാലിറ്റിക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്നാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? JCR ലിക്ലൈഡർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത് ആരും എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓരോന്നും അത്രയും ഇൻ ഡെപ്ത് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയുടെ ഫാദറാണ് JCR ലിക്ലൈഡർ. ഇനി മൂക്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പോൾ ഓരോ അബ്രീവിയേഷൻസും അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ടെക്നോളജിയിൽ അല്ലെങ്കിൽ അപ്പെക്സ് ബോഡീസിനകത്ത് ഫിലോസഫിയിലൊക്കെ ഒരുപാട് അബ്രീവിയേഷൻസ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മൂക്ക് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മാസീവായിട്ട് ഒരുപാട് പേർക്ക് ഒരേ സമയം പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളെയാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് അബ്രീവിയേഷൻസ് നമുക്ക് എഡ്യൂക്കേഷനകത്ത് അല്ലെങ്കിൽ ടെക്നോളജിക്കകത്തൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും.
ഇനി അടുത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻസ്, അതുപോലെ തന്നെ വാട്ടർ സോല്യൂബിൾ വിറ്റാമിൻസ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്. ആ ഏരിയയിൽ നിന്ന് മറ്റൊരു ചോദ്യമാണ് അനീമിയ. അനീമിയ എന്ന് പറയുന്നൊരു അസുഖമാണ്. ഈ അനീമിയ ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മിനറലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. അനീമിയ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. അടുത്ത് വീണ്ടും സൈക്കോളജിയിലെ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇസഡ് പി ഡി എന്താണെന്ന് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോ വൈഗോട്സ്കി, ഫാദർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആയിട്ടുള്ള വൈഗോട്സ്കിയുടെ ഒരു കൺസെപ്റ്റാണ് ഇസഡ് അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിക്ക് അവന് അറിയാവുന്ന തലത്തിൽ നിന്നും അവൻ എത്തിച്ചേരാൻ വരുന്ന പരമാവധി തലം എന്ന് പറയുന്നൊരു തലമുണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. ഇതിനിടയ്ക്കുള്ള ഒരു റീജിയനെയാണ് ഇസഡ് അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വൈഗോട്സ്കി വിളിച്ചത്. അപ്പോൾ ഇസഡ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വൈഗോട്സ്കി ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം സൈക്കോളജിയിലെ ഒരു ചോദ്യമാണ്. ടെസ്റ്റ് ഡിസൈൻഡ് ടു ഡിറ്റർമൈൻ പേഴ്സൺസ് എബിലിറ്റി ഇൻ എ പർട്ടിക്കുലർ സ്കിൽ ഓർ ഫീൽഡ് ഓഫ് നോളജ്. ഒരു പ്രത്യേക മേഖലയിലെ ഒരു വ്യക്തിയുടെ നൈപുണി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കില്ലിനെ ഒരു ടെസ്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിന് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിക്ഷമതാ പരീക്ഷ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു വ്യക്തി ഏത് മേഖലയിലാണ് തിളങ്ങാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ മെഡിസിൻ ആണോ, അല്ലെങ്കിൽ അധ്യാപനമാണോ, ലോയർ ആകാനാണോ, ഏതാണ് കുട്ടിയുടെ അഭിക്ഷമത അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വ്യക്തിയുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്കില്ല് കണ്ടുപിടിക്കാൻ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ പറ്റും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് GATB. ഈ GATB പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് GATB, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി. അടുത്തൊരു ചോദ്യം സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സെമ്മിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഫാദർ ഓഫ് ബിഹേവിയറിസത്തിൻ്റെ ഫാദർ ആരാണ്? ബിഹേവിയറിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജോൺ ബി വാട്സൺ അല്ലെങ്കിൽ JB വാട്സനെയാണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, ഫാദേഴ്സിനെ എല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഒരുപാട് ഫാദേഴ്സ് ഉണ്ട്. ഈ ഫാദേഴ്സ് എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫാദർ ഓഫ് ബിഹേവിയറിസം എന്നറിയപ്പെടുന്നത് ജോൺ ബി വാട്സനെയാണ്. ബിഹേവിയറിസം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ബി വാട്സനാണ്. അപ്പോൾ ജോൺ ബി വാട്സനാണ് ബിഹേവിയറിസവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിഗർ. അത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തൊരു ചോദ്യം ലേണിംഗ് ഡിസബിലിറ്റി, സൈക്കോളജിയിലെ ചോദ്യം തന്നെയാണ്. ഇത് 2024 അതായത് തൊട്ട് മുൻപ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് വരുന്നത് ഏത്? ഇത് നിങ്ങളെല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് ഇത്തരത്തിലുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പഠന വൈകല്യങ്ങൾ ഉണ്ടാകുന്നതിന് ഡെവലപ്മെൻ്റലായിട്ടുള്ള ഡിസബിലിറ്റീസ് കാരണമല്ലാതെ ഉണ്ടാകുന്ന പഠന വൈകല്യങ്ങളെയാണ് പഠന വൈകല്യം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ മെൻ്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റൽ ഡിസബിലിറ്റി. ഈ രണ്ട് കാരണങ്ങളല്ലാതെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സെറിബ്രൽ പാൾസി ഒരു ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റിയാണ്. ADHD എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റി ആയിട്ട് നമുക്ക് പറയാം. ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റിയാണ് ഈ ADHD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD എന്ന് പറയുന്നതും ഒരു ന്യൂറോട്ടിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ലേണിംഗ് ഡിസബിലിറ്റി അല്ല, കാരണം ഇതിന് മറ്റു പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ലേണിംഗ് ഡിസബിലിറ്റിക്കുള്ള കാരണമല്ലാത്തത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ഡെവലപ്മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ്, മറ്റൊന്ന് മെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ. മാനസിക പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ വികസനത്തിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്നതൊന്നും നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്താണ്? ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്ത്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തിനകത്ത് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നർത്ഥം. അപ്പോൾ എഴുത്തിൽ അല്ലെങ്കിൽ വായനയിൽ അല്ലെങ്കിൽ കണക്ക് ചെയ്യുന്നതിലൊക്കെ ഉള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഗ്രാഫിയാണ് ഇതിനകത്ത് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിസ്ഗ്രാഫിയുണ്ട്, ഡിസ്കാൽക്കുലിയുണ്ട്, പിന്നെ ഡിസ്നോമിയുണ്ട്. ഒരുപാട് ലേണിംഗ് ഡിസബിലിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ലേണിംഗ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം ആണ്. അടുത്തൊരു ചോദ്യം, അക്കോർഡിംഗ് ടു വിച്ച് ഫിലോസഫി കരിക്കുലം ഷുഡ് ഇൻക്ലൂഡ് യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്? അപ്പോൾ പ്രൊഡക്റ്റീവ് ആകണം അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത് ഏത് ഫിലോസഫിയാണ്? ഫിലോസഫിയിൽ നമുക്ക് പ്രധാനമായിട്ട് 4 സ്കൂൾസാണ് പഠിക്കാനുള്ളത്. ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, റിയലിസം. അപ്പോൾ ഇതിൽ ഏത് സ്കൂളാണ്
പ്രൊഡക്റ്റീവ് ആകണം അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആകണം എന്ന് പറയുന്നത് അത് പ്രാഗ്മാറ്റിസമാണ്. അമേരിക്കയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലോസഫി ആണ്. അടുത്ത നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫിലോസഫിയിലെ ഒരു ചോദ്യമാണ്. 1835 ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എങ്ങനെയാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൽ വളരെ ഉന്നതരായിട്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് മാത്രം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കും. ഈ വിദ്യാഭ്യാസം കിട്ടിയവർ അവരുടെ താഴേക്കുള്ള ബാക്കിയുള്ള സാധാരണ ജനങ്ങളിലോട്ട് വിദ്യാഭ്യാസം കൊടുക്കും എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആ 1835 ആ ഒരു വിദ്യാഭ്യാസ രേഖയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നതിൻ്റെ ഉത്തരം ലോർഡ് മെക്കാളേസ് മിനിറ്റ്സ് എന്ന് പറയുന്ന മെക്കാളയുടെ വിദ്യാഭ്യാസ രേഖയിലാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അത് ഏത് വർഷമാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1835 മെക്കാളയുടെ മിനിറ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്തത് ലോർഡ് മെക്കാളേസ് മിനിറ്റ്സ് ആണ്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഓർത്തു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡിസ്കഷൻ ഇവിടെയുണ്ട്. അതായത് ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊണ്ടുവരേണ്ടത്, ഇന്ത്യയുടെ രീതിയിലുള്ള വിദ്യാഭ്യാസമാണോ അല്ലെങ്കിൽ ഓക്സിഡൻ്റൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണോ എന്നതാണ് ഈ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി. അതിൻ്റെ ഏറ്റവും എൻഡ് പോയിൻ്റാണ് ഈ പറയുന്ന മെക്കാളയുടെ മിനിറ്റ്സ്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത അല്ലെങ്കിൽ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ മെക്കാളയുടെ മിനിറ്റ് 1835 അവതരിപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇത് ഏത് ഡേറ്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ MCQ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മെക്കാളയുടെ വിദ്യാഭ്യാസ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 അവതരിപ്പിക്കുന്നത്. 1835 ഫെബ്രുവരി 2. അപ്പോൾ ആ രീതിയിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള പഠനം ചില ഏരിയാസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൂടി ഓർത്തു വെച്ചിരിക്കുക. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി 1835 ഫെബ്രുവരി 2 കൊണ്ടുവരുന്നത്. അടുത്ത് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത ഒരു കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്ന ഒരു കാര്യമാണ് 10+2 പിന്നെ 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ 10+2+3 നമ്മുടെ നിലവിലിരിക്കുന്ന വിദ്യാഭ്യാസ രീതി ഒരു പാറ്റേൺ ആണ് 10+2+3. ഇത് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ 3ാമത്തെ കമ്മീഷൻ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 1964-66. കോത്താരി കമ്മീഷനെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് 2020 ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുന്നു, കസ്തൂരി രംഗൻ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനകത്ത് 5+3+3+4 അല്ലെങ്കിൽ 5+3+3+4 എന്ന് പറയുന്ന ഒരു പുതിയ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോയത്. 10+2+3 ആണെങ്കിൽ കോത്താരി കമ്മീഷനാണ്, 5+3+3+4 ആണെങ്കിൽ അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് അല്ലെങ്കിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പേഴ്സണാലിറ്റി എന്ന ഭാഗത്തുള്ള ഒരു തിയറിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു തിയറി. ട്രാൻസാക്ഷണൽ അനാലിസിസ് ഐഡൻറ്റിഫൈസ് 3 ഈഗോ സ്റ്റേറ്റ്. അതിനകത്ത് 3 തരത്തിലുള്ള അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈഗോ സ്റ്റേറ്റ്സ് 3 ഉണ്ട്. പാരൻ്റ് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആൻഡ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. അപ്പോൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയിലെ ഒരു തിയറിയാണ്. അത് കൊണ്ടുവന്നത് എറിക് ബേൺ ആണ്. അതിനകത്ത് 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നു. പാരൻ്റ് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആൻഡ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്. അടുത്ത് ഫിലോസഫിയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിലോസഫിയിലെ ആദ്യത്തെ ഫിലോസഫി ഏതാണ്? മാനവിക വിഷയത്തിലെ ഏറ്റവും ആദ്യത്തെ വിഷയമാണ് ഫിലോസഫി. ഈ ഫിലോസഫിയിൽ തന്നെ പല അപ്രോച്ചസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് നമുക്ക് പറയാൻ പറ്റുന്നത് ഐഡിയലിസം ആണ്. ഐഡിയലിസം അല്ലെങ്കിൽ ആദർശവാദം. ആദർശവാദത്തിൻ്റെ പിതാവാണ് പ്ലേറ്റോ ആണ് ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം 2024 MCQ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ദ സൈക്കോളജിക്കൽ ആസ്പെക്ട് ഓഫ് ദ ക്ലാസ് റൂം ആർ ബെസ്റ്റ് മാനേജ്ഡ് ബൈ. ഈ ക്ലാസ്സിലെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ടും ആരാണ്? ക്ലാസ് ടീച്ചറാണ്. പ്രിൻസിപ്പാളിന് നേരിട്ട് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ് ടീച്ചറാണ് ക്ലാസ്സിലെ കുട്ടികളുടെ സൈക്കോളജിക്ക് അനുസരിച്ചിട്ട് അവരുടെ ലേണിംഗ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ അവരുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ക്ലാസ് മാനേജ് ചെയ്യേണ്ടത് ടീച്ചർ തന്നെ ആണ്. അടുത്ത എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവാലുവേഷൻ എന്ന ഭാഗത്ത് നിന്ന്. ഒന്നുകിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്താണ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണ്? ഈ അനക്ഡോട്ടൽ റെക്കോർഡ് ക്യുമുലേറ്റീവ് റെക്കോർഡും എല്ലാം സൂക്ഷിക്കുന്നത് അധ്യാപകരാണ്. അതാണ് ഇവിടുത്തെ ചോദ്യം. ആരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്? അധ്യാപകരാണ്. അപ്പോൾ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഇവൻറ്റുകൾ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇവൻറ്റ്, നോട്ടബിൾ ആയിട്ടുള്ള ഇവൻറ്റ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക്
ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരു വാച്ച് വില കൂടിയ ഒരു വാച്ച് കളഞ്ഞു കിട്ടി, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഒരു മാല ഗ്രൗണ്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് കിട്ടി. അപ്പോൾ ഇത് എന്താണ് ഈ കുട്ടി ചെയ്യുന്നത് എന്ന് അധ്യാപകൻ കൃത്യമായിട്ട് പരിശോധിക്കുന്നു. അതിനുശേഷം ഈ ഇൻസിഡൻറ്റ്, അതുപോലെ തന്നെ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, പിന്നെ ടീച്ചർ ഏത് കുട്ടിയെക്കുറിച്ചാണോ ആ കുട്ടിയുടെ പേര്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ഇവൻ്റ് എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു നരേഷൻ, ഇതൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അത് നോട്ടബിൾ ആയിട്ടുള്ളത് മാത്രമായിരിക്കും. എന്നാൽ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, സം ടോട്ടൽ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കുന്നതാണ് ഹോൾ ഹിസ്റ്ററി ഓഫ് ലേണേഴ്സ് ഹോൾ ഹിസ്റ്ററി. അതാണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അനക്ഡോട്ടലും ക്യുമുലേറ്റീവും നിങ്ങൾ മാറിപ്പോരുത്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഇവൻറ്റുകൾ മാത്രമാണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, കോംപ്രിഹെൻസീവായിട്ട് കുട്ടിയുടെ ഹിസ്റ്ററി നമുക്കതിനകത്ത് കാണാൻ പറ്റും എന്നതാണ്. അടുത്ത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത്? 1968 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ടു റിവ്യൂ ദ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യം. ഏറ്റവും അവസാനമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത് 2020 ആദ്യം വന്നത് 1968 അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പോളിസീസും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നൊക്കെ പറയുന്ന വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന 1986 പോളിസി, അതുപോലെ തന്നെ 2020 കൊണ്ടുവന്നിട്ടുള്ള പോളിസി, ഈ രണ്ട് പോളിസീസും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉദ്ദേശം എന്താണ്, വിദ്യാഭ്യാസത്തെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നതാണ്. ഇനി അടുത്ത് സോഷ്യോളജി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഫിലോസഫിക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ് സോഷ്യോളജി. അതിനകത്ത് നമ്മുടെ സാംസ്കാരിക ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ആദ്യമായിട്ട് നമ്മൾ ജനിക്കുന്ന നമ്മുടെ തന്നെ കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുന്നു, നമ്മുടെ സാംസ്കാരിക ഘടകങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ വിളിക്കുന്നത് എൻകൾച്ചറേഷൻ എന്നാണ്. എൻകൾച്ചറേഷൻ, എൻ്റെ കൾച്ചർ ഞാൻ പഠിക്കുന്നു, അത് എൻകൾച്ചറേഷൻ. ഇനി മറ്റുള്ളവരുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടേതുമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ നമ്മുടെ അടുത്തിരിക്കുന്ന മറ്റ് സംസ്കാരങ്ങളുടെ സാംസ്കാരിക ഘടകങ്ങൾ, അമേരിക്കയിലെയും അല്ലെങ്കിൽ യൂറോപ്പിലെയും റഷ്യയിലെയൊക്കെ സാംസ്കാരിക ഘടകങ്ങൾ നമ്മൾ പിന്നീട് പഠിച്ചെടുക്കുന്നുണ്ട്. അതിനെ എന്ത് വിളിക്കാം? അതിനെ അക്കൾച്ചറേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംബൈബിങ് വൺസ് ഓൺ കൾച്ചർ ഇൻ വൺസ് പേഴ്സണാലിറ്റി എന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, ഇംബൈബിങ് വൺസ് ഓൺ കൾച്ചർ ഇൻ വൺസ് പേഴ്സണാലിറ്റി. നമ്മുടെ തന്നെ കൾച്ചർ നമ്മൾ പഠിച്ചാൽ അതിനെയാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, പ്രത്യേകം അത് ശ്രദ്ധിക്കുക. മറ്റൊരാളിൻ്റെ കൾച്ചർ പഠിച്ചാൽ അതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കൾച്ചർ ലേണിംഗ്, ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ കൾച്ചറായിരിക്കും, അതിനെ എൻകൾച്ചറേഷൻ എന്ന് പറയും. എൻ്റെ കൾച്ചർ ഞാൻ പഠിച്ചാൽ എൻകൾച്ചറേഷൻ, അവൻ്റേത് അല്ലെങ്കിൽ അവളുടേത് അല്ലെങ്കിൽ സെക്കൻഡ് കൾച്ചർ ലേണിംഗ്, തേർഡ് ഫെമിലറൈസേഷൻ, അതിനെ അക്കൾച്ചറേഷൻ എന്ന് പറയും. അടുത്തൊരു ചോദ്യം, സിസ്റ്റമാറ്റിക് എൻക്വയറി ബൈ ടീച്ചേഴ്സ് ടു ഫൈൻഡ് ഔട്ട് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് 2024. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്ലാസ്സിൽ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അധ്യാപകൻ ചെയ്യുന്ന റിസർച്ച് എന്താണ്? അതിനെ ആക്ഷൻ റിസർച്ച് എന്ന് പറയും. ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് കട്ട്ലവിനാണ്. എന്നാൽ ആക്ഷൻ റിസർച്ച് എന്ന കൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത് സ്റ്റീഫൻ എം കോറി ആണ്. ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം എന്നാണ്. അറിവിനോടുള്ള സ്നേഹമാണ് ഫിലോസഫി. ഫിലോസഫിയുടെ ഫാദർ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോക്രട്ടീസ് ആണ് ഫാദർ ഓഫ് ഫിലോസഫി. അപ്പോൾ ഫിലോസഫിയിലെ ഫസ്റ്റ് സ്കൂളാണ് ഐഡിയലിസത്തിൻ്റെ ഫാദറാണ് പ്ലേറ്റോ എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം 2024 MCQന് ചോദിച്ചതാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക് ഇമേജ് ദാറ്റ് റെപ്രസെൻറ്റ് ഡൈനാമിക് പ്രോസസ് ഇൻ ആൻ ആനിമേറ്റഡ് സീക്വൻസ്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉദാഹരണത്തിന് ആറ്റം ബോംബിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓൾക്കാനോസിനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ സീസ്മിക് വേവ്സിനെ കുറിച്ച്, ഭൂകമ്പത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലെസ് ഡേഞ്ചറസ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻറ്ററാക്റ്റീവായിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്? എന്തുപയോഗിക്കും? നിങ്ങൾ കമ്പ്യൂട്ടർ സിമുലേഷൻസ് ഉപയോഗിക്കും. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു കൺട്രീവ്ഡ് ആയിട്ടുള്ള ഒരു പതിപ്പാണ് ശരിക്കും സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ. അപ്പോൾ ഈ സിമുലേഷൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൃത്രിമമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂകമ്പത്തെക്കുറിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അത് ലെസ് ഡേഞ്ചറസ് ആണ്. അല്ലെങ്കിൽ വോൾക്കാനോസിനെ കുറിച്ച്, അഗ്നിപർവ്വതത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് നേരിട്ട് അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അഗ്നിപർവ്വതത്തിൻ്റെ ഇതുപോലെ തോന്നിക്കുന്ന റിയൽ വൺ പോലെ തോന്നിക്കുന്ന അതിൻ്റെ ഒരു റിപ്ലിക്ക നമ്മൾ ഡിജിറ്റലി നമ്മൾ ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അതിനെയാണ് കമ്പ്യൂട്ടർ സിമുലേഷൻ അല്ലെങ്കിൽ സിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് ലെസ് ഡേഞ്ചറസ് ആണ്,
ഡേഞ്ചർ കുറവാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് റിയൽ ലൈക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കുട്ടിക്ക് കിട്ടുന്നു എന്നതാണ്. അടുത്തൊരു ചോദ്യം, എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഡീലിംഗ് വിത്ത് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രോഗ്രാംസിനെ നമുക്ക് എന്ത് വിളിക്കാം? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. അടുത്ത നൾ ഹൈപ്പോത്തീസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ടെസ്റ്റബിൾ ഫോം ഓഫ് ഹൈപ്പോത്തീസിസ് ആണ് നൾ ഹൈപ്പോത്തീസിസ്. നൾ ഹൈപ്പോത്തീസിൻ്റെ മറ്റൊരു പേര് എന്താണ് എന്നാണ് ചോദ്യം. അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്നും വിളിക്കാറുണ്ട്. നൾ ഹൈപ്പോത്തീസിസിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തീസിസ് എന്ന് വിളിക്കാറുണ്ട്. അടുത്ത് വീണ്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എർത്ത് കേക്സിനെ കുറിച്ചുള്ള പഠനം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഭൂകമ്പ തരംഗത്തിൻ്റെ പേരെന്താണ് എന്നറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഭൂകമ്പ തരംഗത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ സീസ്മിക് വേവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സീസ്മിക് വേവ്സ് ഭൂകമ്പ തരംഗങ്ങളാണ്. അപ്പോൾ ഭൂകമ്പത്തെക്കുറിച്ചുള്ള പഠനത്തെ സീസ്മോളജി എന്ന് പറയും. സീസ്മോളജി. അപ്പോൾ എർത്ത് കേക്സ്, സുനാമി, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ഏരിയാസ് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ എർത്ത് കേക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറലി തന്നെ ഉണ്ടാകുന്ന ഡിസാസ്റ്റർ ആകാം, നാച്ചുറലി മാൻ മെയ്ഡ് ആയിട്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ എർത്ത് കേക്കിനെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മോളജി ഈസ് ദ സ്റ്റഡി ഓഫ് എർത്ത് കേക്ക്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് കേക്ക് വേവ്സിനെയാണ് സീസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് ലേണിംഗ് സിസ്റ്റമാറ്റിക്കലി സീക്വൻഷ്യലി അറേഞ്ച് ചെയ്ത ലേണിംഗ് കണ്ടൻറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനെയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആരുടെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സ്കിന്നറിൻ്റെ ഒപ്പറൻറ്റ് കണ്ടീഷനിങ് അനുസരിച്ചിട്ടാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ സ്കിന്നർ കൊണ്ടുവന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ. ലീനിയർ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നത് സ്കിന്നറാണ്. ബ്രാഞ്ചഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നത് നോർമൻ എ ക്രൗഡർ ആണ്. നോർമൻ എ ക്രൗഡർ. ഓക്കെ, അടുത്ത് വീണ്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് വിത്ത് ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. വർഷം മാത്രം പഠിച്ചാൽ പോരാ. വർഷം നമുക്കറിയാം 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നത്. വിത്ത് ഡേറ്റ് ഡിസംബർ 23 ഡിസംബർ 23, 2005 മുതലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഡിസംബർ 23, 2005. ഇനി സോഷ്യോമെട്രി ടെക്നിക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? ഗ്രൂപ്പ് ബിഹേവിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അല്ലെങ്കിൽ സോഷ്യൽ എനർജി, കുട്ടികൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം പഠിക്കാൻ വേണ്ടിയിട്ട് ജെയിൽ മൊറീനയും ഹെലൻ ഹാൾ ജെന്നിങ്സും കൂടി ചേർന്നിട്ട് കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രിക് ടെക്നിക്ക്. സോഷ്യോമെട്രിക് ടെക്നിക്ക് കൊണ്ടുവന്നത് ഗ്രൂപ്പ് ബിഹേവിയർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഡൈനാമിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അടുത്തൊരു ചോദ്യം, നോട്ട് എ ടെക്നിക്ക് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ഇതും നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. ടൂൾസ് ഓഫ് ഇവാലുവേഷനും ടെക്നിക്സ് ഓഫ് ഇവാലുവേഷനും. ഇതിൽ ടെക്നിക്ക് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ടെക്നിക്ക് അല്ലാത്തത് ഏതാണ്? ചെക്ക് ലിസ്റ്റാണ് ടെക്നിക്ക് അല്ലാത്തത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പോൾ ടൂൾസും ടെക്നിക്സും തമ്മിൽ മാറിപ്പോയത് അത് കൃത്യമായി മനസ്സിലാക്കണം. ഇൻ്റർവ്യൂ, ടെസ്റ്റിംഗ്, ഒബ്സർവേഷൻ എന്നൊക്കെ പറയുന്നത്, ഇൻവെൻ്ററി എന്നൊക്കെ പറയുന്നത് എന്താണ്? ടെക്നിക്സ് ആണ്. എന്നാൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തല്ല? ടെക്നിക്ക് അല്ല, അതൊരു ടൂളാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം, ചൈൽഡ്സ് ഫസ്റ്റ് ലേണിംഗ് ഈസ് ത്രൂ. കുട്ടികളെല്ലാവരും ആദ്യം പഠിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളെല്ലാം ആദ്യം പഠിക്കുന്നത്? അത് ഇമിറ്റേഷനിലൂടെയാണ്, അനുകരണത്തിലൂടെയാണ് കുട്ടികളെല്ലാം പഠിക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ ഇമിറ്റേഷൻ, സോഷ്യൽ ലേണിംഗ്, സമൂഹത്തിലെ അനുകരണത്തിലൂടെയാണ് കുട്ടി പഠിക്കുന്നത്. അടുത്തൊരു ചോദ്യം, കഴിഞ്ഞ സെറ്റ് എക്സാമിനും ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ചോദ്യം. 2025 സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2024 MCQവിനും ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മാർഷൽ മക്ലൂഹനുമായിട്ട് ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ് ഗ്ലോബൽ വില്ലേജ് കൺസെപ്റ്റ്. അടുത്തൊരു ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പില്ലർ ഓഫ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ ആയിട്ട് വരാത്തത് ഏതാണെന്നാണ്. സോഷ്യൽ, ഇക്കണോമിക്കൽ, എൻവയോൺമെൻറ്റൽ സൈഡൊക്കെ സസ്റ്റൈനബിലിറ്റിക്കുണ്ട്. അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ലിവിങ് സ്റ്റൈലിനെയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്, സുസ്ഥിരത. അപ്പോൾ അതിനകത്ത് വരാത്തത് ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റാണ് വരാത്തത്. ആന്ത്രോപോളജിക്കലാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത മിറർ ഡ്രോയിങ് എക്യുപ്മെൻറ്റ്, മിറർ ഡ്രോയിങ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിറർ ഡ്രോയിങ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. ലവ് ഫോർ നേച്ചർ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള വാല്യൂ ആണ്? വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മൂല്യമാണ്? പ്രകൃതിയെ ആസ്വദിക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക, എസ്തറ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. സൗന്ദര്യ ആസ്വാദകമായിട്ടുള്ള ഒരു മൂല്യമാണ് ലവ് ഫോർ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
2022-ലെയും 2024-ലെയും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ ലൈസിയം അക്കാഡമി B.Ed ഫൈനൽ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി വളരെ ഇൻറ്റൻസീവായിട്ടുള്ള സിസ്റ്റമാറ്റിക്കലി സീക്വൻഷ്യലി അറേഞ്ച് ചെയ്തിട്ടുള്ള കോഴ്സുകൾ B.Ed MCQ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു.